ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയിലൊരു ഇഞ്ചിത്തോട്ടത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ കൃഷി കുറവാണ്, എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വയനാട്ടിലും അതുപോലെ കർണാടകത്തിലും കണ്ടുവരുന്ന പൈലോക്കുലേറിയ പോലെയുള്ള രോഗങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. നല്ല പച്ചപ്പിൽ തന്നെ എല്ലാ ഇലയും നല്ല പച്ചപ്പിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കവിടെ ഒരു ഏക്കറിന് 6 മുകളിൽ ചിലവുണ്ട്. ഇവിടെ അത് 4 ലക്ഷം രൂപയ്ക്ക് ഒരു ഏക്കർ ചിലവ് നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ നല്ല ഇഞ്ചിയാണെങ്കിൽ 25 ടൺ വരെ ഏക്കറിന് വിളയുന്നുണ്ട്. അത് ഇവർ ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്തിരിക്കുന്നത് ഇഞ്ചിക്ക്. അപ്പോൾ ഇതുപോലെ മണ്ണിന് ഭയങ്കര വ്യത്യാസമുണ്ട്. കറുത്ത മണ്ണാണ്, ചുണ്ണാമ്പ് കല്ല് കൂടിയ മണ്ണാണ്. pH 5 മുകളിൽ 6 മുകളിലുണ്ട്. അപ്പോൾ ഇതൊന്നും വിഷയമല്ല. നമുക്കൊക്കെ ആണെങ്കിൽ അവിടെ അറിയാം pH കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങൾ നമുക്കറിയാം. പക്ഷേ ഇവിടെ അങ്ങനത്തെ രോഗങ്ങളോ അതുപോലുള്ള ഒന്നും കാണുന്നില്ല. നല്ല മനോഹരമായ ഇഞ്ചിത്തോട്ടമാണ്. അപ്പോൾ നമ്മൾ കർഷകർ ഇനിയിപ്പോൾ ഇതുപോലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്ക് മാറി കൃഷി ചെയ്യേണ്ട സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. കർണാടകത്തിലൊക്കെ വിപുലമായിട്ട് എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം രോഗങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചിലവ് കുറഞ്ഞ തോട്ടങ്ങളിലേക്ക് നമുക്ക് മാറി ചെയ്യുന്നത് നമുക്ക് ഉൽപ്പാദനവും കൂടും, അതേപോലെ രോഗങ്ങളും കൂടും. ഈ രോഗങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ചിലവ് കൂടുന്നത്, മരുന്നടിച്ച് ഭയങ്കര ചിലവ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഈ ഫംഗസൈഡ് നമ്മൾ 8 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കേണ്ട സ്ഥിതിയുണ്ട്. അപ്പോൾ രോഗം കുറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചിലവെല്ലാം കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്ക്, ഛത്തീസ്ഗഡ് പോലുള്ള മേഖലയിലേക്ക് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്കൊക്കെ നമ്മൾ മാറി കൃഷി ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇഞ്ചിത്തോട്ടം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. ഓക്കെ.